അള്ളാഹുവിൻ്റെ റസൂലായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ചെറിയൊരു സ്റ്റോറി പറഞ്ഞുതരാം. നമുക്കെല്ലാവർക്കും ഭക്ഷണത്തിൽ ഓരോരോ ഇഷ്ടങ്ങൾ ഉണ്ടാവും അല്ലേ? നമ്മളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അങ്ങനെ ഒരു ഇഷ്ടമുണ്ടായിരുന്നു. മധുരം ഭയങ്കര ഇഷ്ടമായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. പായസമൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ട്. ഒരു ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി പായസം ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആണെങ്കിലോ പായസത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവർ രണ്ടുപേരും മാത്രമേ വീട്ടിലുള്ളൂ. മൂന്നാമതൊരാള് വീട്ടിലേക്ക് വരരുതെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. അങ്ങനെ ഇരിക്കെ അപ്രത്യക്ഷമായിട്ട് ഒരാൾ അങ്ങോട്ട് കടന്നു വരികയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മോളെ മോളെ കയ്യിൽ എന്താണ് എന്ന്. ആ മോളെ കയ്യിലൊരു മൺകുടം ഉണ്ടായിരുന്നു. ആ മോള് പറഞ്ഞു പായസമാണ് എന്ന്. അപ്പോൾ മുത്തുനബി ചോദിച്ചു, ആര് കൊടുത്തു വിട്ടതാണ് മോളെ? സൗദാ ബീവി കൊടുത്തു വിട്ടതാണെന്ന് പറഞ്ഞു. ഈ സംസാരമൊക്കെ കേട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അകത്ത് നിന്ന് പുറത്തേക്ക് വന്നിട്ട് ചോദിച്ചു, ഇതെന്താണ് കയ്യിൽ? ഈ പായസം ആരാണ് കൊടുത്തു വിട്ടത് എന്ന്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് സൗദ കൊടുത്തു വിട്ട പായസമാണ് ആയിഷ എന്ന്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് വിഷമമുണ്ടായെങ്കിലും ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ആ പായസം നോക്കാൻ വേണ്ടി പിടിച്ചു വാങ്ങിയപ്പോൾ അറിയാതെ താഴെ വീണ് പൊട്ടിപ്പോവുകയായിരുന്നു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ആ പായസം വാങ്ങി നോക്കുന്ന ധൃതിയിൽ മൂക്കിൽ പായസപാത്രം താഴെ വീണ് പൊട്ടിപ്പോവുകയാണ് ചെയ്തത്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കൈകൊണ്ട് മറ്റൊരു പാത്രത്തിലേക്ക് ആ പായസം ഇങ്ങനെ കോരി എടുക്കുന്നതിനിടയിൽ ആ മകളോട് പറഞ്ഞു, മോളെ ക്ഷമിക്കണം, ഉമ്മാക്ക് ഒരബദ്ധം പറ്റിയതാണ് കേട്ടോ എന്ന്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടാവും. ഇതാണ് സ്നേഹം. അള്ളാഹുവിൻ്റെ റസൂലായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു തആല സമാധാനവും അനുഗ്രഹവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോയുമായി നല്ലൊരു കഥയുമായി ഞാൻ വരുന്നതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നെയും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്താൻ മറക്കരുത് എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു.